ഉണ്ടായി. എടാ ഇവിടെ ഇവിടെ എത്ര നിൽക്കാൻ പറ്റും എനിക്ക് അറിഞ്ഞോ കേട്ടോ. അത് 4 പേര്. ഒരു കാര്യം ചെയ്യും ചന്ദ്രൻ സിറ്റുവേഷൻ ഉള്ളല്ലോ ഞാൻ മാറിയിട്ട് കാര്യങ്ങൾ സംസാരിച്ചോ കേട്ടോ. സിറ്റുവേഷൻ അറിയുന്ന എത്തിയടാ. അവിടെ ഞാൻ റൈഡിൽ നിന്ന് ഇറങ്ങുന്നേ. ഹലോ കേൾക്കാമോ? എന്തൊക്കെ മീറ്റിംഗ് വിളിച്ചു? അല്ല ഓൾറെഡി ഒരു അടിയായല്ല. എന്താ സിറ്റുവേഷൻ എങ്ങനെയായിരുന്നു? സിറ്റുവേഷൻ പറയണോ ബ്രോ? അടിയായ പിന്നെ സിറ്റുവേഷൻ പറയണോ? ഒന്നെന്നാ എങ്ങനെയെന്ന് അറിയാനാണ് ചോദിച്ചത്. അല്ല നിങ്ങൾക്ക് ഞാൻ എന്നെ ഹോസ്റ്റേജ് ആക്കിയായിരുന്നു. ആ സമയത്ത് നിങ്ങളെ കൂട്ടത്തിലുള്ള ആളെന്നെ സിറ്റുവേഷൻ എന്നോട് പറഞ്ഞായിരുന്നു. അപ്പൊ ആളോട് ചോദിച്ചാൽ മതി. അല്ല സിറ്റുവേഷൻ എന്നോട് സിറ്റുവേഷൻ അറിയാല്ല. സിറ്റുവേഷൻ അറിഞ്ഞോണ്ടല്ലേ വിളിച്ചത്. അടിയായി കഴിഞ്ഞാൽ പിന്നെ വിസ്തരിച്ചു തരണ. അല്ല ബ്രോ ഞാൻ മാനായിട്ട് പറഞ്ഞല്ലോ. ഹോസ്റ്റേജ് ആയിരുന്ന സമയത്ത് എന്നോട് നിങ്ങളെ കൂട്ടത്തിലുള്ള ഒരാൾ സിറ്റുവേഷൻ പറഞ്ഞാൽ അങ്ങേരോട് ചോദിക്കും. ആളോട് ചോദിക്കും. ഞങ്ങൾ എന്തിനാ പിന്നെ വിസ്തരിച്ച് പറയണം? ഞാൻ സിറ്റുവേഷൻ പറഞ്ഞല്ലോ ബ്രോ. ഞാൻ ഡ്രസ് ഷോപ്പിൽ ഡ്രസ്സ് മാറാൻ പോയപ്പോഴത്തേക്ക് 2 മണ്ടന്മാരിങ്ങനെ വരുമായിരുന്നു. അപ്പൊ ഞാൻ ചെന്നിട്ട് ചോദിച്ചു പറയല്ലടാ നിങ്ങൾ പറയാൻ പറഞ്ഞിട്ട് പറയല്ലടാ. സംസാരിക്കാതടാ. പറയൂല്ലേ ചോദിച്ചോടുള്ള സിറ്റുവേഷൻ പറയണേ. ബ്രോ ഞാൻ കാര്യം ആദ്യമേ പറയാം. മര്യാദയ്ക്ക് സംസാരിക്കാനാണ് വന്നത്. മര്യാദയ്ക്ക് സംസാരിച്ചു കഴിഞ്ഞാൽ 2 മര്യാദയ്ക്ക് തന്നെ പോകും. എടാ മര്യാദയ്ക്കല്ലടാ പറയണേ. അതല്ല നിന്നോട് പറഞ്ഞത് സിറ്റുവേഷൻ മര്യാദയ്ക്കല്ലടാ പറയണേ. ഓൾറെഡി പറഞ്ഞതാണ്. വെയിറ്റ് ഒറ്റ കാര്യം ഞാൻ മര്യാദയോടെ ചോദിച്ചപ്പോ മണ്ടന്മാരാണ് തുടങ്ങി നിങ്ങളാണ്. ഞാൻ പറയണത് അങ്ങനെ കേൾക്കണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സിറ്റുവേഷൻ അറിയാൻ നിൽക്കണത്? കേൾക്കാൻ വേണ്ടി നിൽക്കുകയാണോ അതൊക്കെ? അപ്പഴത്തേക്ക് ഞാൻ ചോദിച്ചു ബ്രോ ഏതാ ഗ്യാങ് എന്ന് ചോദിച്ചു. ഏതാ ഗ്യാങ് എന്ന് ചോദിച്ചു. അപ്പൊ നിങ്ങൾ ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞിട്ട് നിങ്ങളുടെ കൂടെ ഉള്ള ആള് എന്നെ ഇടിച്ചിട്ട് സോറി പറഞ്ഞു. അപ്പൊ ഞാൻ ബ്രോ ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങളുടെ കൂടെ ഉള്ള മറ്റേ മണ്ടൻ, ആദ്യത്തെ മണ്ടൻ, ഡ്രസ്സ് മാറിക്കൊണ്ടിരുന്ന മണ്ടൻ പറഞ്ഞ് എന്തായിരുന്നു പറഞ്ഞത്? അവനെന്ത് പറഞ്ഞ അവന് 2 എണ്ണം കിട്ടണ്ടേന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്ത് ചെയ്ത് ഞാൻ നിങ്ങളെ ഇടിച്ചു. ഇത് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ട്രിഗറായിട്ട് നിങ്ങളെ ഇടിച്ചു. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടിയായി. എന്നിട്ട് അതവിടെ കഴിഞ്ഞു. അല്ല നിങ്ങൾ KKB എന്ന് പറഞ്ഞല്ലോ. പിന്നെന്താണ് നിനക്കല്ല സിറ്റുവേഷൻ ഓർമ്മയില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ടല്ലേ പറഞ്ഞു തന്നെ. എന്താടാ കരയണ നിന്ന് കാര്യം പറയുമ്പോ ബോധമില്ലടാ നിനക്കൊക്കെ. എടാ ഞാൻ ഒരു അടിയായ സിറ്റുവേഷൻ നിനക്കൊക്കെ പിന്നെ എന്തിനാണ് സംസാരിക്കാനുള്ളത്? പ്രീ വാറില് ഞാൻ കാര്യം പറയാം. പ്രീ വാറില് ഡൗൺ ആയി. പ്രീ വാറിൽ നമ്മുടെ കൂട്ടത്തിലുള്ളവന്മാര് ഡൗൺ ആയി. അത് സംസാരിക്കാൻ എടാ പോടാ പൊട്ടഴിച്ച്. നീ എന്താ പറഞ്ഞ മണ്ടനാണാ നീ? ഇവന് ഏതാടാ നീ? ഗ്യാങ്ങിൽ ആരിലാണോ നീ? കൊണക്കുന്ന കാര്യം സംസാരിക്കാൻ വരുമ്പോ നീയൊക്കെ സിറ്റുവേഷൻ ആണ്. നിങ്ങൾക്ക് അറിയാം. നിങ്ങളായിട്ട് ഇപ്പൊ ഇവിടെ വൾഗറായിട്ട് സംസാരിക്കാൻ വേണ്ടി നിങ്ങൾ തന്നെയാണ് നിൽക്കുന്നത്. സിറ്റുവേഷൻ നിങ്ങൾക്ക് അറിയാം. ഞാൻ ഒരു കാര്യം ചോദിക്കാം. ഏതേലും മനസ്സിലാവുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? പറഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? എടാ നീ മാസ്ക് മാറ്റി. നിന്റെ സംസാരം കേൾക്കുന്നില്ല. എടാ ശ്രാങ്കേ നീ ഒന്ന് സംസാരിടാ. നീ ഒന്ന് സംസാരിടാ. കണ്ടാ പിന്നിലടാ ഞാൻ സംസാരിക്കാം. എടാ ഞാൻ ഒരു കാര്യം പറയാം. പ്രീ വാറിൽ നമ്മുടെ കൂട്ടത്തിലുള്ള കുറച്ച് ഡൗൺ ആയി സിറ്റുവേഷന്റെ പേരിൽ. അതിനെ പറ്റി സംസാരിക്കാനാണ് വന്നേ.
മനസ്സിലായ? ഞാൻ ഒരു കാര്യം പറഞ്ഞിട്ടെ, ഒറ്റ കാര്യം പറഞ്ഞിട്ടെ. മീറ്റിംഗിന് വന്ന ബാറ് മാത്രമല്ല, അതായത് സിറ്റുവേഷൻ എന്താ പ്രൊവൈഡ് സംസാരിച്ച് തീർക്കാനല്ല, സംസാരിക്കാൻ പറ്റുമെങ്കിൽ സംസാരിക്കാം. അതല്ല ഇവിടെ അങ്ങനെയാണ്, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ സിറ്റുവേഷൻ ചോദിച്ചാൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. അതായത് ഞങ്ങളാണ് ഡൗൺ ആയത്, നിങ്ങളൊന്ന് സിറ്റുവേഷൻ നമ്മൾ പറഞ്ഞല്ലോ, പിന്നെന്തിനാണ് പ്രശ്നം? അതാണ് ചോദിച്ചത്. ഞാൻ കാര്യം പറയാൻ വേണ്ടി വന്നതൊന്നല്ല, ഒരു കാര്യമില്ലാതെ വെറുതെ വന്നിട്ട് കടുവ ആ കാര്യം പറയണ്ടെന്നുള്ള കാര്യം പറഞ്ഞത്. അതാ പറഞ്ഞത്. അവിടെ വന്നിട്ട് ഒരു കാര്യമില്ലാത്ത ഗ്യാങ്ങിന്റെ പേര് പറഞ്ഞ് വൾഗറായിട്ട് മോശമായിട്ട് സംസാരിച്ചു. ശരി, നമ്മുടെ ഭാഗത്ത് ഓക്കെ ശരി 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 ശരി. അത് നമ്മുടെ ഈ കണ്ണാപ്പി ഇല്ലേ, കണ്ണാപ്പി ഡ്രസ് ഷോപ്പ് സിറ്റുവേഷൻ നിന്റെ അടുത്ത് പറഞ്ഞോളൂ. അത് കഴിഞ്ഞ് ഇവിടെ മുതുക്കി വന്നിട്ട് നമ്മളെ ഗ്യാങ് പേര് വെച്ച് മെൻഷൻ ആക്കി. അതാണ് സിറ്റുവേഷൻ മെയിൻ ആയത്. അത് ഇവന്റെ കേൾക്കാൻ വേണ്ടി ചോദിച്ചോണ്ടിരിക്കുന്നത്. ഇവന് ഒരു കാര്യമില്ല ഗ്യാങ്ങിന്റെ പേര് ഓൾറെഡി നിങ്ങളോട്ട് വള്ളിയായി. പിന്നെ നിന്റെ ഗ്യാങ് തീട്ട ഗ്യാങ് മെൻഷൻ ചെയ്ത് എന്താണ് പ്രശ്നം? അങ്ങനെ സിറ്റുവേഷൻ ആയി. ഇതിപ്പോ നമ്മൾ ഫ്രീ വാറിൽ നമ്മുടെ കുറെ പേര് ഡൗൺ ആയി, നമ്മുടെ 2 പേര് ബാക്കി ഉണ്ടായുള്ളൂ. അതുകൊണ്ട് നമ്മൾ വാർ വിളിക്കും. ഓക്കെ എത്ര മണിക്ക് നിങ്ങൾ സമയം 15 കുറച്ച് ഡിലേ വേണ്ടി വരും. കാരണം നിങ്ങൾ ഇത്രയും ഡിലേ ആക്കിയോണ്ട് ഞങ്ങളെ പ്ലേയേഴ്സ് ഒക്കെ പോയിട്ടുണ്ട്. കയറണം എല്ലാവരും. 11:30 വിളിക്കത്തുള്ളൂ, അല്ലെങ്കിൽ ഇറങ്ങി പോയി അടിച്ചിട്ട് വേണമെങ്കിൽ പോകും. 11:30 പറ്റത്തുള്ളൂ. തിരിച്ചു പറഞ്ഞാണോ അത്? കൺട്രോൾ ചെയ്യാൻ ആരുമില്ലടേ. എടാ നിങ്ങളാ 11:30. എടാ നിക്ക്, ഞാൻ കേറട്ടെ. അല്ല ഞാൻ കാര്യം പറഞ്ഞു. എടാ നിക്കടാ, എന്താണ്? എടാ നിനക്ക് എത്ര മണിക്കാണ് അടിക്കാൻ? എടാ ഞാൻ കാര്യം നിങ്ങൾ 15 മിനിറ്റ് വിളിച്ചില്ല. നിങ്ങൾ വിളിച്ച നല്ല ഡിലേ. കേൾക്കുന്നില്ല, സൗണ്ട് വിട്ടിട്ട് വന്നു. എനിക്ക് മാത്രമാണ് നല്ല ടൈം എടുത്തായിരുന്നു. വിളിച്ചില്ല. പിന്നെ പകരം ഡില്ലാക്കണമെന്നാണ് ഞങ്ങൾ സിറ്റുവേഷൻ ഉണ്ട്. നിങ്ങളെ പ്ലേസ് എനിക്ക് ഞാൻ പറഞ്ഞേക്കാവോ? ഇല്ലടാ, എനിക്ക് പിയലടാ. നിങ്ങൾ പറഞ്ഞ എനിക്ക് വിട്ടുവിട്ടാ, നിങ്ങൾ പറഞ്ഞ വിട്ടുവിട്ടാ പോകുന്നത്. നിന്നെ വിട്ട് കഴിഞ്ഞ് 15 മിനിറ്റാണ് നിങ്ങൾ വിളിച്ചില്ല. ഓക്കെ, അപ്പൊ നമ്മളെ ചോദിച്ചു. ഞാൻ കാര്യം ചെയ്യട്ടാ. കണ്ണാപ്പി എടാ ഇത് മാക്സ് എത്ര ടൈം കൊടുക്കടാ മാർക്ക്? അത് കഴിഞ്ഞാൽ മീറ്റിംഗ് വിളിച്ച് മീറ്റിംഗ് അക്സെപ്റ്റ് ചെയ്തു. അരമണിക്കൂർ നിങ്ങൾ ഡീലാക്കിയത്.
അല്ലടാ അങ്ങനെ ഡിലേ അങ്ങനത്തെ സംഭവം ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. ഉണ്ട് 18 ഒരു മിനിറ്റ് ഞാൻ പറയട്ടെ. ഞങ്ങൾ ഓപ്ഷൻ വിട്ട് കഴിഞ്ഞു. നിങ്ങൾ 15 നിങ്ങൾ വാർ വിളിക്കുന്നത് നിങ്ങളിപ്പോ വാർ വിളിച്ചപ്പോൾ നമ്മൾ ഒരു മെമ്പർ തിരിച്ചിട്ടുണ്ടായിരുന്നു. ആ മെമ്പർ അവിടെ വാർ വിളിച്ചു നമ്മൾ വന്നിട്ട് അക്സെപ്റ്റ് ചെയ്തു. ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ടൈം തന്നെ നമ്മുടെ പ്ലേയേഴ്സ് അത്ര പറയുന്നുള്ളൂ. സിമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. നിങ്ങൾ 15 വാർ വിളിച്ചില്ല. വെയിറ്റ് ഒരു സെക്കൻഡ്. തരകേ ഹലോ എടാ 11:30 എനിക്ക് വാറ് എടുക്കാൻ വാറ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയണം. എന്ത് ചെയ്യണം? ഉണ്ടച്ചി പിയല് മയിര്. ആ ശരി വെയിറ്റ് എത്ര ഓക്കെ 11:30 അല്ലേ? അതായത് 11:15 ഞങ്ങള് വാർ വിളിച്ച് 11:30 വാർ സ്റ്റാർട്ട് അങ്ങനല്ലേ? 11 നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു. ഓക്കെ വിട് ഇവിടെ കണക്കാവോ? എടാ വിടറാ കണ്ണാ മയിലിന്റെ കത്തി. വണ്ടി വിടരാ ആരെങ്കിലും. എടാ കണ്ണാ മിണ്ടാ നിൽക്കുന്നമാരുടെ അടുത്ത് മര്യാദയ്ക്ക് സംസാരിച്ച് അത് വിടാത്. നോർമൽ പോണ്ടത് ഞാൻ പറഞ്ഞ കൊണക്കനാനെ കൊണക്കി അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയണ്ട നമ്മള്. മറ്റത് ഇതൊക്കെ ചുമ്മാ ബാൻ മാച്ച് ഇരിക്കാൻ താല്പര്യം പറഞ്ഞു എന്തേലൊക്കെ. തന്നെ അങ്ങനത്തെ രീതിയിൽ സിറ്റുവേഷൻ വാർ മീറ്റിംഗ് എന്താണ് തുടങ്ങിയത് എന്നൊക്കെ പറയണം സംസാരിക്കണം. അവര് ചോദിച്ചാൽ അങ്ങനല്ല പക്ഷെ അവര് ചോദിച്ച രീതി അങ്ങനല്ല. അമ്മര് പക്ക റോങ്ങാണ് അമ്മര് ചോദിച്ചു വന്നു. നമ്മള് ജസ്റ്റ് ബ്രീഫ് ആയിട്ടൊന്ന് കൊടുത്താൽ മതി. നമ്മൾ കൊടുക്കാതെ നമ്മള് കൊണ അടിച്ചു കഴിഞ്ഞാൽ പ്രശ്നമാണ്. മനസ്സിലായോ? നമ്മൾ ജസ്റ്റ് പറയാം അതൊക്കെ ഇന്ന കാര്യം ഇന്ന പോലെ നടന്നു അവിടെ വെച്ച് ഇങ്ങനെ പറഞ്ഞു ഇതാണ് സംഭവം. നിങ്ങളെ കൂട്ടത്തില് ഫ്രീ വാർ അടിച്ചു നമ്മള് ടൗൺ ആയി. അപ്പൊ നമുക്ക് ഇതിങ്ങനെ സംസാരിച്ചിരിക്കാൻ താല്പര്യമില്ല വാറായിട്ട് പോകാനാണ് താല്പര്യം. പെട്ടെന്ന് ബ്രീഫായിട്ട് അങ്ങ് പറയാം. അത്ര തന്നെ. പിന്നെ അതിന്റെ പേരിൽ അവർ കോണാടിക്കുകയാണെങ്കിൽ അവർ ഇതാണ്. മനസ്സിലാവും? അതുകൊണ്ടാണ് സുനിമോനെ 10 മിനിറ്റ് കിടന്ന് അടി വെക്കണ്ട. നമ്മളിപ്പോ 11:15 നമ്മൾ റെഡിയാകുമ്പത്തേക്ക് അത്രയും തന്നെ 11:15 സ്റ്റേജ് വിട്ട് കഴിയുമ്പോഴേ നമ്മൾ 15 ഇതിനുള്ളിൽ വിളിക്കണമെന്ന് അങ്ങനെ നമ്മള് 15 ഞാൻ പറഞ്ഞതാണ് നമ്മള് നോർമലി അടിയിൽ 15 വിളിക്കാന്ന്. ഇതൊക്കെ ചന്ദ്ര അവര് എക്സ്ക്യൂസ് ആയിട്ട് പറയാനാണ്. മനസ്സിലായത്? 11:30 തന്നെ അതിന് മുമ്പ് വെക്കവന്മാർക്ക് ഇവന്മാര് നമ്മൾ അവിടെ ഇത് കാണിച്ചപ്പോ അവന്മാരെ ഇതുപോലെ കാണിക്കുന്നതാണ് ഇത്. മനസ്സിലായി? നമ്മളെ അത്രയ്ക്ക് ഇതായിരുന്നെങ്കിൽ ആ 15 മിനിറ്റ് ടൈമിൽ നമ്മൾ വിളിക്കണമായിരുന്നു. എടാ മീറ്റിംഗ് വേണമെന്ന് പറഞ്ഞ് വിളിക്കണമായിരുന്നു ഇവനെ ഹോസ്റ്റേജ് വിട്ടപ്പോൾ. പക്ഷെ ആ സമയത്ത് ആരും ഇല്ല നമ്മളെ കൂട്ടത്തില്. ഇവർക്ക് ഒരു ഇതില്ല എങ്ങനെയാണ് എടുക്കുന്നുണ്ടോ അല്ലെങ്കിൽ മനസ്സിലായോ? വണ്ടി ഇങ്ങനെ തിരിക്കാനൊരു പ്രശ്നം മാത്രം.